കെ കെ കൊച്ച് സാറിൻ്റെ മകൻ കെ കെ ജയസൂര്യൻ, അതുപോലെ കൊച്ച് സാറിൻ്റെ സഹോദരൻ മണിച്ചേട്ടൻ, അതുപോലെ കൊച്ച് സാറിൻ്റെ തന്നെ മറ്റൊരു സഹോദരനായ നമ്മുടെ ബാബുരാജ് സാറിൻ്റെ ഭാര്യ, 3 പേരും വേദിയിലേക്ക് വരണമെന്ന് പറയുകയാണ്. പുരസ്കാര സമർപ്പണത്തിൻ്റെ വ്യക്തിത്വങ്ങൾ വി വി സ്വാമി സാറ്, യേശുദാസൻ സാറ്, വി വി സ്വാമി സാറ്, ലൂക്കോസ് തിരുമ്പൂർ സാറ്, ഡി പി കാഞ്ചിരാം, ബാബുരാജ് സാറ്, ശശീർ മാസ്റ്റർ, ഇവരും കൂടി വേദിയിലേക്ക് വരണം. ഈ പുരസ്കാരം കൊടുക്കുന്നത് കെ കെ സുദാസ് സാറും സലിംകുമാർ സാറും അതും ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറും 3 പേര് ചേർന്നിട്ടായിരുന്നു. ജയസൂര്യൻ ഒന്ന് മുന്നോട്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രൊഫസർ എം പി മനോജ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ഡോക്ടർ BR അംബേദ്കറിൻ്റെ 133-ാം ജന്മദിന ആഘോഷവും അതുമായി ബന്ധപ്പെട്ട പരിപാടികളും ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച സംഘാടകർക്ക് ആദ്യമായി ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഒരു ക്ഷമാപണത്തോടെ അല്ലാതെ എനിക്കിവിടെ സംസാരിക്കാൻ കഴിയില്ല. കാരണം സദസ്സിലും വേദിയിലും ഡോക്ടർ BR അംബേദ്കറെ കുറിച്ച് എനിക്ക് അറിയാവുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ അറിയുന്ന, പഠിച്ചിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള, അനുഭവ പരിചയമുള്ള യഥാർത്ഥ ദളിത് ജനവിഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികളുണ്ട്. ഇന്നിവിടെ നമ്മൾ ആദരിക്കുന്ന കൊച്ചേട്ടൻ അടക്കമുള്ള ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത്, ചെറുപ്പകാലത്ത് മാർക്സിയൻ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി ജീവിതകാലത്ത് ഞാൻ മാവോയുടെ കൃതികളും മാവോയുടെ സൈനിക ലേഖനങ്ങളും ഒക്കെ വായിച്ചിട്ടുണ്ട്. അൽബേനിയയിലെ എൻവറോജ എന്ന ഭരണാധികാരിയുടെ കൃതികളും സൈനിക ലേഖനങ്ങളും ഒക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ കൊച്ചേട്ടൻ പോലും അന്ന് അംബേദ്കറെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും അടക്കമുള്ള ആളുകളുടെയോ നവോത്ഥാന നായകന്മാരുടെ ഒന്നും കൃതികൾ, ജീവിതം ഇതൊന്നും പഠിച്ചിരുന്നില്ല എന്ന് കൊച്ചേട്ടൻ തന്നെ ഒരു ദിവസം ഞാൻ കാണാൻ ചെല്ലുമ്പോൾ ഓർമ്മിപ്പിച്ചത് ഓർക്കും.
ഇന്ത്യയുടെ സംസ്കാരത്തെ അംബേദ്കർ നിർവചിച്ചത് ബൗദ്ധ സംസ്കാരവും ബ്രാഹ്മണ സംസ്കാരവും തമ്മിലുള്ള സംഘർഷമായിട്ടാണ്. ബൗദ്ധ സംസ്കാരം സമത്വത്തിൻ്റെ, തുല്യതയുടെ സംസ്കാരമായിരുന്നു, ആണ്. അങ്ങനെയാണ് അദ്ദേഹം ബൗദ്ധ സംസ്കാരത്തെ വിലയിരുത്തിയത്. ബ്രാഹ്മണ സംസ്കാരം അസമത്വത്തിൻ്റെ, ശ്രേണീകൃതമായ അസമത്വത്തിൻ്റെ സംസ്കാരമായിട്ടാണ് അദ്ദേഹം വിലയിരുത്തിയത്. ആ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് അദ്ദേഹം കത്തിച്ചത്. ആ സംസ്കാരത്തെ നിരാകരിച്ചുകൊണ്ട് സമത്വത്തിൽ, തുല്യതയിൽ അധിഷ്ഠിതമായ ബൗദ്ധ സംസ്കാരത്തിൻ്റെയും ആധുനിക പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും മൂല്യങ്ങളെ സമന്വയിക്കുന്ന ഒരു ഭരണഘടനയുടെ മുഖ്യ ശില്പിയായി അദ്ദേഹം മാറുകയും ചെയ്തു. ഈ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും അംബേദ്കർ അടക്കം ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ എല്ലാവരുടെയും ചിന്തകളും കാഴ്ചപ്പാടുകളും ദർശനങ്ങളുമെല്ലാം ആ ഭരണഘടന ഉൾക്കൊള്ളുന്നു. അതിലൊരു സവിശേഷത, ആ ഭരണഘടനയുടെ അടിസ്ഥാന ദർശനം പ്രദാനം ചെയ്തത് അംബേദ്കർ ആണെന്ന് അംബേദ്കറിൻ്റെ ദർശനവും ജീവിതവും പഠിച്ചിട്ടുള്ളവർക്ക് തോന്നും. അത് യാദൃച്ഛികമല്ല താൻ. നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് വി എന്ന വാക്കുകൊണ്ടാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ, ഇന്ത്യക്കാർ, അല്ലെങ്കിൽ ഇന്ത്യക്കാരായ നമ്മൾ. ഈ വി എന്ന വാക്ക് ഇംഗ്ലീഷ് ആണെങ്കിലും അത് ഇത്രമാത്രം അർത്ഥഭാരത്തോടെ ലോകത്തിൽ ഒരിടത്തും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. കാരണം ആ വി എന്ന വാക്കുകൊണ്ട് ഇന്ത്യയിലെ സകല മനുഷ്യരെയുമാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് വരെ നമ്മുടെ സംസ്കാരം മനുഷ്യരെ നമ്മൾ എന്ന് തുല്യതയിൽ നിർവചിച്ചിട്ടില്ല. അപ്പൊ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, മുഴുവൻ ഇന്ത്യക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വി എന്ന വാക്ക്, നമ്മൾ എന്ന വാക്ക് ഈ ഭരണഘടനയുടെ ആദ്യം തന്നെ ആരംഭിക്കുന്നത്. ആ വാക്ക് അംബേദ്കറിന്റെ ദർശനവുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം അംബേദ്കർ തൻ്റെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഉൾക്കൊണ്ടത് 3 സുപ്രധാന മൂല്യങ്ങളാണ്. അദ്ദേഹം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യങ്ങൾ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ 3 മൂല്യങ്ങളും പരസ്പരം വേർപെടുത്താൻ കഴിയാത്തതാണെന്നും പരസ്പരം അത്രമാത്രം അഭിന്നമായിരിക്കുന്നുവെന്നും അംബേദ്കർ നിരീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ഉയർന്നു വന്ന മുദ്രാവാക്യമാണ്
ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. 1790 ഡിസംബറിൽ റോബേസ്പിയറാണ് ഒരു പ്രസംഗത്തിൽ ഈ മുദ്രാവാക്യം ഉയർത്തി അതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമാക്കുന്നത്. ആ മുദ്രാവാക്യങ്ങൾ, മൂന്ന് വാക്കുകൾ ഉൾക്കൊള്ളുന്ന ആശയപ്രപഞ്ചം, ദർശനം, രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ദർശനം, അതാണ് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൽ നിന്ന് അംബേദ്കർ ഉൾക്കൊണ്ടതും തൻ്റെ സ്വന്തം ചിന്തയുടെ മൂശയിലൂടെ കടത്തിവിട്ട് രൂപം നൽകിയതുമായ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ദർശനത്തിൻ്റെ ആത്മാവ്. ആ മൂന്ന് വാക്കുകളാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലുള്ളത്: ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. അത് നമ്മുടെ ഭരണഘടനയുടെ അന്തസത്തയാണ്. ഇന്ത്യയിലെ മുഖ്യധാര മതം, അന്നും ഇന്നും മുഖ്യധാര മതം എന്ന് പറയാമെങ്കിൽ, അല്ലെങ്കിൽ സാംസ്കാരിക ദേശീയത എന്ന് പറയപ്പെടുന്ന ഹിന്ദു മതത്തിൻ്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ മൂന്ന് വാക്കുകളാണിത്: സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ചാതുർവർണ്ണ്യത്തിലും ജാതി വ്യവസ്ഥയിലും അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഒരിക്കലും ഈ മൂന്ന് വാക്കുകൾ ജന്മം കൊടുക്കുകയുമില്ല, ഈ മൂന്ന് വാക്കുകൾ സ്വീകരിക്കുകയുമില്ല. ഗ്രേഡഡ് ഇനീക്വാലിറ്റി എന്ന് അംബേദ്കർ നിർവചിച്ചിട്ടുള്ള ഈ സാമൂഹ്യ സംവിധാനം, ജാതി വ്യവസ്ഥ, ലോകത്തിലെ ഏറ്റവും വലിയ ചൂഷണ വ്യവസ്ഥയായി നിലനിൽക്കുന്നത് ഒരു സവിശേഷ കാരണം കൊണ്ടാണ്. ജനിച്ചു കഴിഞ്ഞ മനുഷ്യനെ മാത്രമേ മറ്റ് ചൂഷണ വ്യവസ്ഥകൾ ചൂഷണം ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ 10,000 കൊല്ലം കഴിഞ്ഞ് ജനിക്കാൻ പോകുന്ന മനുഷ്യനെ കൂടി ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥയാണ്. കാരണം 10,000 കൊല്ലം കഴിഞ്ഞ് ജനിക്കാൻ പോകുന്ന ദളിതനും ദളിതൻ തന്നെ ആയിരിക്കും ഹിന്ദു മതത്തിൽ എന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞു. നിങ്ങൾ ദളിതനാണെങ്കിൽ, നിങ്ങൾ ഹിന്ദു മതത്തിലാണെങ്കിൽ നിങ്ങൾ ദളിതൻ, എന്നും ദളിതൻ തന്നെ ആയിരിക്കും എന്ന് അംബേദ്കർ തിരിച്ചറിയുകയും, ഞാൻ ഹിന്ദുവായി ജനിച്ചു പക്ഷെ ഞാൻ ഹിന്ദുവായി മരിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. ആ ബുദ്ധമതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി അംബേദ്കർ കണ്ടത് ഈ തുല്യതയാണ്, സമാനതയാണ്, സമത്വമാണ്. അദ്ദേഹം പറഞ്ഞു, ബുദ്ധമതത്തിൽ ആത്മാവ്, ദൈവം എന്നിവയ്ക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. അദ്ദേഹം ബുദ്ധമതത്തെ സ്വന്തം സാമൂഹ്യ ദർശനത്തിനും രാഷ്ട്രീയ ദർശനത്തിനും സാമ്പത്തിക ദർശനത്തിനും അനുരൂപമായി പുനർനിർവചിച്ചു. അദ്ദേഹം വിശദീകരിച്ച ബുദ്ധമതത്തിൽ ദൈവമില്ല, ആത്മാവ് ഇല്ല, അസമത്വം ഇല്ല, ജാതി വ്യവസ്ഥ ഇല്ല. ആ ബുദ്ധദർശനത്തിലെ സുപ്രധാനമായ ഒരു മൂല്യമായ മൈത്രിയെ ഫ്രഞ്ച് വിപ്ലവ മുദ്രാവാക്യത്തിലെ ഫ്രട്ടേണിറ്റിയുമായി പൊരുത്തപ്പെടുത്തുകയും അങ്ങനെ ആ മൈത്രിക്ക് വലിയൊരു രാഷ്ട്രീയ മാനം നൽകുകയും അതേസമയം രാഷ്ട്രീയ സംജ്ഞയായ ഫ്രട്ടേണിറ്റിക്ക് അഗാധവും പ്രാചീനവുമായ ഒരു ധാർമ്മിക അർത്ഥം നൽകുകയും ചെയ്തുകൊണ്ട് അംബേദ്കർ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഒരു പുതിയ സംസ്കാരമാണ്. അദ്ദേഹം പറഞ്ഞു, മതം അടിച്ചമർത്തപ്പെട്ടവർക്ക്, അയിത്ത ജാതിക്കാർക്ക് മതം ആവശ്യമുണ്ട്, സമത്വത്തിൻ്റെ മതം. കാരണം അവർക്ക് സമ്പത്തില്ല, സ്വത്തില്ല, രാഷ്ട്രീയ അധികാരമില്ല. അതുകൊണ്ട്
മതം ആവശ്യമുണ്ട്. കാരണം മതം നൽകുന്ന ധാർമ്മിക ശക്തി ആയിരിക്കണം അവരുടെ ആത്മീയമായ ചാലക ശക്തി. അതുകൊണ്ട് അവർക്ക് മതം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നിലവിലുള്ള ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്തുമതം ഇവയെല്ലാം താരതമ്യം ചെയ്ത് പഠിച്ച ശേഷമാണ് അംബേദ്കർ ബുദ്ധമതം ആണ് ഇന്ത്യൻ സമൂഹത്തിന്, ഇന്ത്യയുടെ അടിത്തട്ടിലുള്ള സമൂഹത്തിലെ ജനങ്ങൾക്ക് നല്ലത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തൻ്റെ സ്വന്തം നിലയിൽ ബുദ്ധമതത്തെ നിർവചിക്കുന്നതും വിശദീകരിക്കുന്നതും. അദ്ദേഹത്തിൻ്റേതായ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചരിത്ര സന്ദർഭത്തിന് അനുസരിച്ച് ആ ബുദ്ധമതത്തെ പുനരാവിഷ്കരിക്കുന്നതും ആ മതം സ്വീകരിക്കുന്നതും. നമ്മുടെ ഭരണഘടന അതിലെ സുപ്രധാനമായ കാര്യം അതിലെ മൗലിക അവകാശങ്ങളാണ്. ആ മൗലിക അവകാശങ്ങളുടെ വലിയ പ്രത്യേകത അത് വിഭിന്നങ്ങളായ സംസ്കാരങ്ങളെ ഒരുമിപ്പിക്കുന്നു എന്നുള്ളതാണ്. വിഭിന്നങ്ങളായ സംസ്കാരങ്ങളെ ഒരുമിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഭൗതികവും സാംസ്കാരികവുമായ എല്ലാത്തരം മനുഷ്യ അവകാശങ്ങളെയും അനുവദിക്കുന്നു എന്നുള്ളതാണ്. സമത്വത്താലും സ്വാതന്ത്ര്യത്താലും സാഹോദര്യത്താലും നിയന്ത്രിക്കപ്പെടുന്ന ഈ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും ഒരു മതരാഷ്ട്രത്തിന് പ്രദാനം ചെയ്യാൻ കഴിയുന്നതല്ല. അതൊരു മതേതര രാഷ്ട്രത്തിന് മാത്രമേ ആ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് ഈ മൗലിക അവകാശങ്ങൾ പ്രദാനം ചെയ്യാനുള്ള കഴിവുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിൽ പരമാധികാരം ജനപ്രതിനിധി സഭയ്ക്കാണ്, പാർലമെന്റിനാണ്. ആ പാർലമെന്റിന്റെ കീഴിലാണ് ഭരണഘടന. ഭരണഘടനയ്ക്ക് കീഴിലല്ല പാർലമെന്റ്. കാരണം ആ പാർലമെന്റ് വിചാരിച്ചാൽ, അതിലെ ഭൂരിപക്ഷം വിചാരിച്ചാൽ ചില സവിശേഷമായ നിബന്ധനകൾക്ക് വിധേയമായി ഈ ഭരണഘടന അടിമുടി മാറ്റുവാൻ കഴിയും. വേണമെങ്കിൽ ഈ ഭരണഘടന മാറ്റി ഈ മൗലിക അവകാശങ്ങളെ ചിലപ്പോൾ റദ്ദാക്കുവാനും കഴിഞ്ഞേക്കും. ഈ ഭരണഘടനയുടെ ആമുഖം ആ ഭരണഘടനയുടെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്നു എന്നും അത് അവിഭാജ്യമാണ് എന്നും പല ഭരണഘടനാ പ്രതിസന്ധികളും പരിഹരിക്കാനും വ്യാഖ്യാനിക്കാനും ഈ ആമുഖം സഹായകമാണ് എന്നും സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് അടുത്ത കാലത്തൊക്കെ. അപ്പൊ ഈ പരമാധികാര സഭ, ആ സഭയ്ക്ക് കീഴിലുള്ള, ആ സഭയാൽ പ്രവർത്തിപ്പിക്കപ്പെടുന്ന ഈ ഭരണഘടന ഒരിക്കലും ഒരു മതരാഷ്ട്രത്തിന് അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യമുള്ള ഒരു സംഘടനയും ഈ ഭരണഘടനയെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കുക, ഒരു മതരാഷ്ട്രമാക്കുമ്പോൾ സ്വാഭാവികമായും ഏത് മതരാഷ്ട്രത്തിനും അതിൻ്റേതായ ഒരു ഫാസിസ്റ്റ് ഭരണകൂടമേ ഭരണഘടനയെ സാധിക്കൂ. ഒരു ജനാധിപത്യ ഭരണഘടന സാധ്യമല്ല. കാരണം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നത് പോലെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹ്യവുമായ ജനാധിപത്യം അനുവദിക്കാൻ ഒരിക്കലും ഒരു മതരാഷ്ട്രത്തിനും കഴിയില്ല. ഇന്ന് നമ്മുടെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ മാനദണ്ഡം മതം ആയി ഒരു ഗവൺമെന്റ് നിർവചിക്കുമ്പോൾ, പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമായി മാറുമ്പോൾ, ആ മാറ്റം നമ്മുടെ രാഷ്ട്രം ഒരു മതേതര രാഷ്ട്രം അല്ലാതാവുകയും ഒരു മതരാഷ്ട്രമാവുകയും ചെയ്യുന്ന പ്രക്രിയയുടെ
ഒരു ചുവടുവയ്പ്പാണ്. അതിലേക്കുള്ള മതരാഷ്ട്രം അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രം എന്ന ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. അപ്പോൾ ഹിന്ദുരാഷ്ട്രം സ്വാഭാവികമായും ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമായിരിക്കും, അതിലൊരു സംശയവുമില്ല. കാരണം ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മാത്രമേ മതനിയമങ്ങൾ നടപ്പാക്കാൻ സാധിക്കൂ. ഇന്നത്തെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ ഈ ഇത്രയ്ക്ക് ലിബറലായ ഈ ഭരണഘടനയ്ക്ക് കീഴിൽ പോലും ഹിന്ദുമതത്തിൽ നിന്ന് ഒരാൾക്ക് മതം മാറണമെങ്കിൽ മജിസ്ട്രേറ്റിന്റെ അനുവാദം വേണം എന്നൊരു നിയമത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായി കേൾക്കുന്നു. പല മതരാഷ്ട്രങ്ങളിലുമുണ്ട്, പല മതങ്ങളിലും നിബന്ധനയുണ്ട്. ആ മതം മാറിക്കഴിഞ്ഞാൽ അവനെ കൊല്ലാൻ മുതൽ തടവ് വിധിക്കാൻ മുതൽ പലതരം ശിക്ഷകൾ. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തും ഹിന്ദുമതം ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മതം മാറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണി നാളെ വരാവുന്നതാണ്. നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ്. ഈ വി എന്ന് പറയുന്നതിൽ ഭരണകക്ഷി മാത്രമല്ല ഉള്ളത്, പ്രതിപക്ഷവും കൂടി ഉൾപ്പെട്ടതാണ് വി. ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റ് അത് മറന്നു പോകുന്നു. ഭരണകക്ഷി മാത്രം മതി, പ്രതിപക്ഷം വേണ്ട എന്ന നിലപാടാണ്. വി എന്ന് പറഞ്ഞാൽ ഭരണഘടന വി എന്ന് പറയുമ്പോൾ അതിൽ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ജനപ്രതിനിധി സഭ എന്ന് പറയും. ഈ വി എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ വിയുടെ പ്രതിനിധിയാണ് ജനപ്രതിനിധി സഭ. അവിടെ ഭരണകക്ഷി മാത്രമല്ല ഉള്ളത്, പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷവും ഭരണകക്ഷിയും അടക്കമുള്ള സംവിധാനത്തിന് പുറത്ത് ഈ ജനാധിപത്യ വ്യവസ്ഥയോട് വിയോജിക്കുന്നവർക്ക് കൂടി ഈ വി എന്ന നിർവചനത്തിൽ അവർ കൂടി വരുന്നു. വി എന്ന നിർവചനത്തിൽ നമ്മൾ എന്ന് പറയുമ്പോൾ ഇത് ജനാധിപത്യ രാഷ്ട്രമാണെങ്കിൽ കൂടി ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളും അതിൽ ഉൾപ്പെടുന്നു. ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയോട് വിയോജിക്കുന്ന വേറെ രാഷ്ട്രീയ വ്യവസ്ഥകളിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ ഒക്കെ വിശ്വസിക്കുന്ന ആളുകളും കൂടി വി എന്ന് പറയാം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ജനാധിപത്യവാദികൾ മാത്രമല്ല വി എന്ന് ഭരണഘടനയിൽ പറയുന്നത്, ജനാധിപത്യ വിരുദ്ധരും ഈ വി എന്ന് പറയുന്ന നിർവചനത്തിൽ വരുന്നു. അതാണ് നമ്മുടെ ഭരണഘടനയിലെ വി എന്ന് പറയുന്ന ആ പ്രയോഗത്തിൻ്റെ വലിയ മഹത്വം. ആ വി മനുഷ്യരാശിയെ മുഴുവൻ ഉൾക്കൊള്ളുന്നു. ജനാധിപത്യവാദികളും ഫാസിസ്റ്റുകളും അടക്കം ജനാധിപത്യ വിരുദ്ധരായ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് വി. അത് ഭരണകക്ഷിയെ മാത്രമല്ല പ്രതിപക്ഷത്തെയും ഉൾക്കൊള്ളുന്നതാണ്. ആ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന വിയുടെ ഒരു പ്രാതിനിധ്യം മാത്രമാണ് ജനപ്രതിനിധി സഭ. അത് ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി ചേർന്നതാണ്. അപ്പോൾ ഒരു ഭരണകൂടം പ്രതിപക്ഷം വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ, ഒരു ഭരണകൂടം ഭരണകക്ഷി മാത്രം മതി എന്ന് തീരുമാനിക്കുമ്പോൾ, ഒരു ഗവൺമെന്റ് മതം പൗരത്വത്തിന്റെ മാനദണ്ഡമാക്കുമ്പോൾ ആ മതത്തിൽപ്പെട്ടവർക്ക് മാത്രം ആയി ഭാവിയിൽ പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഒക്കെ സംവരണം ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ ഭരണഘടനാ ശില്പിയുടെ ഈ ദിനത്തിൽ 133-ാം ജന്മദിനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വി എന്ന വാക്കും അതിലെ ഐക്യവും, ആ വാക്ക് ഉൾക്കൊള്ളുന്ന ഭരണഘടനയും, ആ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന
മൗലിക അവകാശങ്ങളും ആത്യന്തികമായി വെല്ലുവിളിക്കപ്പെടുന്ന സന്ദർഭമാണിത്. ഗാന്ധിയെക്കാളും ജവഹർലാൽ നെഹ്റുവിനേക്കാളും മറ്റേതൊരു ദേശീയ നേതാവിനേക്കാളും ഇന്ന് അംബേദ്കർ പ്രസക്തനാകുന്നത് അതുകൊണ്ടാണ്. അംബേദ്കർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഒന്നും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ സോഷ്യലിസ്റ്റ് പാർട്ടികളോ ഇടതുപക്ഷമോ ഒന്നും വേണ്ടത്ര പ്രാധാന്യം നൽകി അംഗീകരിച്ചിട്ടില്ല എങ്കിലും അവരോടെല്ലാമുള്ള തൻ്റെ വിയോജിപ്പുകൾ അംബേദ്കർ ചരിത്രപരമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഇന്ത്യയിലെ ദളിത് ജനത ഇടതുപക്ഷത്തിന് എതിരായി ഉന്നയിക്കുന്ന വിമർശനങ്ങളെയും പരാതികളെയും ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങളെയും എല്ലാം കേൾക്കാനും മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും ഇന്ത്യയിലെ ഇടതുപക്ഷം തയ്യാറാകണം എന്ന അഭിപ്രായമുള്ളവരുടെ കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെ ചെയ്താൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്ത്യയിലെ ദളിത് ജനതയുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടാൽ, ഇന്ത്യയിലെ ദളിത് ജനതയുടെ പ്രശ്നങ്ങളും പരാതികളും ആവശ്യങ്ങളും മനസ്സിലാക്കിയാൽ, ഉൾക്കൊണ്ടാൽ, അവർക്ക് ഇടതുപക്ഷത്ത് ആവശ്യമായ പ്രാതിനിധ്യം നൽകിയാൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് ഇടതുപക്ഷ അനുഭാവികൾക്കിടയിലുണ്ട്. ഞാൻ അക്കൂട്ടത്തിൽ ഒരാളാണ്. പക്ഷെ അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം രാഷ്ട്രീയം അധികാരം എങ്ങനെ നേടാം, നേടിയ അധികാരം എങ്ങനെ നിലനിർത്താം എന്നുകൂടി ചിന്തിക്കുന്ന, ആ ചിന്തകളെ പ്രായോഗികമാക്കുന്ന അദ്ഭുത കലയാണ്. അതിൻ്റെ സങ്കീർണതകൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ലെന്ന് വരാം. കേരളത്തിൻ്റെ സാമൂഹ്യ രൂപീകരണത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ വളരെ പ്രസക്തമായൊരു പുസ്തകം എഴുതിയ ആളാണ് കൊച്ചേട്ടൻ. അപ്പോൾ കൊച്ചേട്ടൻ്റെ ചിന്തകൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പുസ്തകങ്ങളിൽ വർഗസമരമാണ്, വർഗസമരത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് പുസ്തകങ്ങളിൽ. ആ പുസ്തകങ്ങളിൽ ജാതിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, ജാതി പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നില്ല വേണ്ട വിധത്തിൽ, അതിനെ ഒരു അടിസ്ഥാന പ്രശ്നമാക്കി മനസ്സിലാക്കുന്നില്ല. അവിടെ വർഗസമരത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ, യഥാർത്ഥ രാഷ്ട്രീയത്തിൽ, യാഥാർത്ഥ്യത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെയാണ്. അപ്പോൾ പുസ്തകജ്ഞാനത്തിൽ ജാതി ഇല്ലാതിരിക്കുകയും സൈദ്ധാന്തിക മേഖലയിൽ ജാതി അഭിസംബോധന ചെയ്യാതിരിക്കുകയും, എന്നാൽ അവിടെ ഇതുപോലെ മാർക്സിയൻ സിദ്ധാന്തത്തിൽ അതിൻ്റെ സാരാംശമായ വർഗസമരത്തിൽ, അതിനെക്കുറിച്ചുള്ള സിദ്ധാന്തത്തിൽ, ആ പ്രത്യയശാസ്ത്രത്തിൽ ജാതി അഭിസംബോധന ചെയ്യുന്നില്ല, ജാതി എന്ന പ്രശ്നത്തെ അപഗ്രഥിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ, യഥാർത്ഥ സമൂഹത്തിൽ രാഷ്ട്രീയത്തെ നിർണയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ജാതിയും മതവുമായിരിക്കുന്നു. ഈ വൈരുദ്ധ്യത്തിൽ നിന്നാണ് തൻ്റെ വ്യത്യസ്തമായ ചരിത്ര പഠനവും ചിന്തകളും ആരംഭിക്കുന്നതെന്ന് കൊച്ചേട്ടൻ പറയുന്നുണ്ട്. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ഉൽപാദന പ്രക്രിയ നടത്തുകയും
വേറൊരു വിഭാഗം സാംസ്കാരിക നിർമ്മിതി നടത്തുകയും ഈ സാംസ്കാരിക നിർമ്മിതി നടത്തുന്ന വിഭാഗം ഉയർന്ന ജാതിക്കാരായി അധികാരവും സമ്പത്തും കൈയാളുകയും ഉൽപാദന പ്രക്രിയ നടത്തുന്നവർ താഴ്ന്ന ജാതിക്കാരായി ഭൂമിയില്ലാതെ, സ്വത്തില്ലാതെ, സമ്പത്തില്ലാതെ, അധികാരത്തിൽ പങ്കാളിത്തമില്ലാതെ പിന്നോട്ട് പോവുകയും ചെയ്യുക എന്ന ദുഷ്കര യാഥാർത്ഥ്യത്തെയാണ് അംബേദ്കർ അഭിസംബോധന ചെയ്തത്. അംബേദ്കർ തൊഴിലാളികൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഇന്ത്യയിൽ ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്ന എല്ലാ അവകാശ അധികാരങ്ങൾക്കും അടിത്തറയിട്ടത് അംബേദ്കറാണ്. തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നമുക്കറിയാം. ഇൻഷുറൻസ് പദ്ധതി അടക്കം, ESI അടക്കം, തൊഴിൽ അവകാശമടക്കം, തൊഴിൽ സമയം 12 മണിക്കൂറിൽ നിന്ന് 8 മണിക്കൂറിൽ ആക്കിയതടക്കം സകലതും അംബേദ്കർ തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ അവകാശങ്ങളുടെ എല്ലാം അടിത്തറയിട്ടത്. നമ്മൾ പറയും ജവഹർലാൽ നെഹ്റു വലിയ വികസനം നടത്തി, വലിയ വൻകിട വികസനത്തിന്റെ നായകനായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന്. ശരിയാണ്. പക്ഷേ ശാസ്ത്രീയമായി ആ വികസന പദ്ധതി മുന്നോട്ട് വയ്ക്കുകയും ജലസേചന വകുപ്പ് കൈയാളുമ്പോൾ നമ്മുടെ നാട്ടിലെ രാജ്യത്ത് ജലസേചന കരാറുകൾക്ക് ഒരു മാതൃകയും അടിസ്ഥാനവും ഉണ്ടാക്കിയത് അംബേദ്കറാണ്. ഹിരാക്കുണ്ട് പോലുള്ള വലിയ അണക്കെട്ടുകളുടെ നിർമ്മാണത്തിന് അടിസ്ഥാനമിട്ടത് അംബേദ്കറാണ്. ഗ്രാമങ്ങളിൽ ഊന്നിയുള്ള ഒരു വികസന സങ്കല്പം ഗാന്ധി മുന്നോട്ട് വയ്ക്കുകയും ജോസഫ് ചെല്ലദുരൈ കുമരപ്പ എന്ന വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ സഹായത്തോടെ ശാസ്ത്രീയമായി സസ്റ്റൈനിങ് എക്കണോമിക്സ് എന്ന സാമ്പത്തിക ദർശനം രൂപീകരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അംബേദ്കർ അതിനെതിരായിരുന്നു. അംബേദ്കർ പറഞ്ഞത്, അതിന് കാരണം പറഞ്ഞത്, ഗാന്ധി നേരത്തെ ബഹുമാനപ്പെട്ട ഒരു പ്രസംഗകൻ പറഞ്ഞ പ്രസക്തമായൊരു കാര്യം, ഗാന്ധി ഈ ജാതി വ്യവസ്ഥയുടെ അയിത്തത്തിന്റെ പ്രശ്നം മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അല്ലാതെ ഉൽപാദന പ്രക്രിയയിലും ഉൽപാദന ബന്ധങ്ങളിലും ജാതിയുടെ പ്രവർത്തനത്തെ ഗാന്ധി പരിഗണിക്കുന്നില്ല. പക്ഷെ അംബേദ്കർ അത് പരിഗണിച്ചു. തൊഴിൽ വിഭജനമല്ല, തൊഴിലാളികളെ വിഭജിക്കുന്നതാണ് ജാതി. അപ്പൊ ഈ ജാതി വ്യവസ്ഥയുടെ പരമ്പരാഗതമായ പിടിയിൽ നിന്ന് മോചനം നേടണമെങ്കിൽ അയിത്തജാതിക്കാർ, അടിസ്ഥാന ജനത ഈ ഗ്രാമങ്ങളിലെ ജീവിത സംവിധാനത്തിൽ നിന്നും ജീവിത മൂല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടണം എന്ന് അസന്നിഗ്ധമായി അംബേദ്കർ പറഞ്ഞു. ഗ്രാമങ്ങളിൽ പോകണം. ഈ കുലത്തൊഴിൽ എന്ന ഗ്രാമ അധിഷ്ഠിതമായ തൊഴിൽ സംസ്കാരവും ജാതി സംസ്കാരവും തമ്മിൽ ലയിച്ചു കിടക്കുകയാണ്. ഗ്രാമങ്ങളാണ് അതിൻ്റെ കാവൽ കോട്ടകൾ. ഈ ഗ്രാമങ്ങളിൽ നിന്ന് ദളിത് ജനത രക്ഷപ്പെടണം. അവർ ലോകത്തിൻ്റെ പല ഭാഗത്തും പോകണം. അവർ വിദ്യാഭ്യാസം ആർജിക്കണം. അവർക്ക് സമ്പത്തില്ല, അവർക്ക് സ്വത്തില്ല. അവർ ഒരു മതത്തിൽ നിന്ന് ധാർമ്മിക ശക്തി ഉൾക്കൊള്ളണം. അവർ സംഘടിച്ച് അവരുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ പ്രാതിനിധ്യവും പ്രാധാന്യവും സ്വയം സ്ഥാപിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി ഒരു വശത്ത് സ്വന്തം ജനതയെ ബോധവൽക്കരിക്കുകയും മറുവശത്ത് ഭരണവർഗത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, വി എന്നതിൽ ജനാധിപത്യവാദികൾ മാത്രമല്ല ജനാധിപത്യ വിരുദ്ധരും ഉൾക്കൊള്ളുന്നുവെന്ന്. അംബേദ്കർ ഒരിക്കലും ബ്രാഹ്മണർക്ക്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു ദളിത് പ്രശ്നത്തിൽ ബ്രാഹ്മണൻ ഇടപെട്ടതിനെ ചോദ്യം ചെയ്തവരോട് അംബേദ്കർ പറയുന്നുണ്ട്, നമ്മൾ ബ്രാഹ്മണിസത്തിനാണ് എതിര്, ബ്രാഹ്മണർക്കല്ല. അപ്പൊ അംബേദ്കറുടെ നമ്മൾ എന്ന സങ്കല്പത്തിൽ അംബേദ്കർ ഒരു രാഷ്ട്രീയ മൂല്യമായി പരിവർത്തിപ്പിച്ച ഫ്രട്ടേണിറ്റി എന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യത്തിൽ അടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ ശക്തിയെ ഒരു മൈത്രി എന്ന
ബൗദ്ധ മൂല്യത്തിലേക്ക് സംക്രമിപ്പിച്ചുകൊണ്ട് അംബേദ്കർ പുനർനിർവചിച്ചപ്പോൾ ആ മൈത്രിയുടെ പരിധിയിൽ ബ്രാഹ്മണനെ ഒഴിവാക്കുന്നില്ല അദ്ദേഹം. മറിച്ച് മഹാറിനെയും ബ്രാഹ്മണനെയും ഒരുപോലെ മനുഷ്യനായി കാണുന്ന ആധുനിക സാമൂഹ്യ ദർശനത്തിന് അടിത്തറയിടുകയാണ് അദ്ദേഹം ചെയ്തത്. അത് മാത്രമല്ല, അപ്പോൾ അദ്ദേഹം ചെയ്തത് തൻ്റെതായ ഒരു പുതിയ ദർശനമൊന്നും ആവിഷ്കരിക്കുകയല്ല ചെയ്തത്. ആധുനിക ലോകത്തിൻ്റെ, ആധുനിക യൂറോപ്പിൻ്റെ അവിടെ ഉയർന്നു വന്ന ഏറ്റവും പുതിയ വിപ്ലവാത്മകമായ ഒരു ദർശനത്തിൻ്റെ സാരാംശത്തെ ഇന്ത്യയുടെ പ്രാചീനമായ ബ്രാഹ്മണ ഇതരമായ, ബ്രാഹ്മണ വിരുദ്ധമായ ബൗദ്ധ മൂല്യങ്ങളുമായി സമന്വയിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതിനെ ഇന്ത്യനൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിനെ രാഷ്ട്രശില്പി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ ജവഹർലാൽ നെഹ്റുവിൻ്റെ രാഷ്ട്രശില്പി എന്ന് വിളിക്കുന്നതിൻ്റെ കാരണങ്ങൾ, തീർച്ചയായിട്ടും അതിന് കാരണങ്ങളുണ്ട്. കാരണം ഇന്ത്യയുടെ എല്ലാ വിഭാഗം ജനങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന, എല്ലാ വിഭാഗം ജനങ്ങളിലും സ്വീകാര്യതയുള്ള ഒരു പൊതുമുഖം അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം ബ്രാഹ്മണനായതുകൊണ്ട് അദ്ദേഹം ബ്രാഹ്മണർക്ക് സ്വീകാര്യനാണ്, കാശ്മീരി ബ്രാഹ്മണനായതുകൊണ്ട്. അദ്ദേഹം ഒരു യൂറോപ്യൻ സംസ്കാരം ഉൾക്കൊണ്ട, ആധുനിക യൂറോപ്യൻ സംസ്കാരം ഉൾക്കൊണ്ട, താൻ നിരീശ്വരവാദിയാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളായതുകൊണ്ട് പുരോഗമനവാദികൾക്കും അദ്ദേഹം സ്വീകാര്യനാണ്. യൂറോപ്യൻ സംസ്കാരത്തെ അദ്ദേഹം ആദരിക്കുന്നത് കൊണ്ട് യൂറോപ്യന്മാർക്കും അദ്ദേഹം സ്വീകാര്യനാണ്. പിന്നെ അദ്ദേഹം ഇന്ത്യയുടെ അക്കാലത്തെ ഇന്ത്യയുടെ പുരോഗമനപരമായ എല്ലാ ചലനങ്ങളോടും ആഭിമുഖ്യം പുലർത്തിയിരുന്നത് കൊണ്ട് അങ്ങനെ പല രീതിയിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവുകത്വത്തെ ഒരുമിപ്പിക്കുന്നു എന്ന നിലയിൽ നെഹ്റു തീർച്ചയായിട്ടും രാഷ്ട്രപതി തന്നെയാണ്. പക്ഷേ ഇതുപോലെ ഇന്ത്യയുടെ അടിത്തട്ടിലെ ആയിരത്താണ്ടുകളായിട്ട് ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉൽപാദനം നടത്തുകയും എന്നാൽ രാഷ്ട്രീയ അധികാരവും സാംസ്കാരിക അധികാരവും സാമൂഹ്യ അധികാരവും നിഷേധിക്കപ്പെടുന്ന, എന്തിനാ അത്ര വലിയ വാക്കുകൾ പറയുന്നു, പച്ചവെള്ളം, കുടിക്കാനുള്ള പച്ചവെള്ളം നിഷേധിക്കപ്പെടുന്ന തൻ്റെ ജനതയുടെ വലിയ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും നേരിടുകയും ഒക്കെ ചെയ്ത ഒരു രാഷ്ട്രശില്പിയുണ്ട്, അത് അംബേദ്കറാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ വേണ്ടി പോരാടാൻ മാത്രമല്ല, ആ അവകാശങ്ങൾ അവർക്ക് നേടിക്കൊടുത്ത് സ്ഥായിയായ ഒരു രാഷ്ട്ര സ്വഭാവമാക്കി അതിനെ മാറ്റാൻ കഴിഞ്ഞ രാഷ്ട്രശില്പി അംബേദ്കറാണ്. ജലസേചന പദ്ധതി അടക്കമുള്ള മേഖലകളിൽ വൻകിട വികസനവുമായി ബന്ധപ്പെട്ട് വലിയ ചുവടുവയ്പ്പുകൾ നടത്തി ഇന്നും അതിൻ്റെ സദ്ഫലങ്ങൾ ഒരു രാഷ്ട്രം അനുഭവിക്കുന്നു എന്ന തരത്തിൽ രാഷ്ട്രശില്പിയായ ഒരാൾ അംബേദ്കറാണ്. ഇന്നും എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന വൻകിട വികസനത്തിൻ്റെ ഇന്ത്യയിലെ ഒരുപക്ഷെ ആദ്യത്തെ സ്വപ്നദർശകൻ അംബേദ്കറാണ്. സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും വികാസം ഈ ജാതി വ്യവസ്ഥയെ തകർക്കും എന്ന് ദീർഘദർശനം ചെയ്ത ഒരാൾ അംബേദ്കറാണ്. വൻകിട വികസനം ജാതി വ്യവസ്ഥയെ തകർക്കും, നഗരങ്ങളുടെ വളർച്ച ജാതി വ്യവസ്ഥയെ തകർക്കും. അതൊക്കെ ശരിയായിരുന്നു പല അർത്ഥങ്ങളിൽ. നഗരങ്ങളുടെ വികസനം, വൻകിട നഗരങ്ങളുടെ വികസനം, ഗ്രാമങ്ങളുടെ തകർച്ച ജാതി വ്യവസ്ഥയെ തകർക്കുമെന്ന് അദ്ദേഹം കരുതി. അത് ശരിയായിരുന്നു. ഗ്രാമങ്ങൾ നിലനിൽക്കുന്ന, ഗ്രാമങ്ങളായി ആദർശ ഗ്രാമങ്ങളായി നിലനിൽക്കുന്നിടത്തോളം കാലം ജാതി വ്യവസ്ഥ അവിടെ നിലനിൽക്കും. കാരണം അവിടുത്തെ ഉൽപാദന പ്രക്രിയ, സാമ്പത്തിക ബന്ധങ്ങൾ, സാമ്പത്തിക വ്യവസ്ഥ, ഇതിലെല്ലാം ഓരോ അണുവിലും ജാതി പ്രവർത്തിക്കുന്നു. അതേസമയം വലിയ നഗരങ്ങളിൽ ജാതിക്ക് അതീതമായി ഉൽപാദന പ്രക്രിയയും ഉൽപാദന ബന്ധങ്ങളും പുനർനിർവചിക്കപ്പെടാനുള്ള വലിയ സാധ്യതകൾ അംബേദ്കർ കണ്ടു.
അതിൻ്റെ പേരിൽ അംബേദ്കർ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഗ്രാമങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ച് പാടുന്ന കവികൾക്ക് അംബേദ്കർ വലിയ പ്രശ്നമാണ്. ഗ്രാമങ്ങളിലെ നദികൾ അശുദ്ധമാകുന്നതിനെക്കുറിച്ച്, മലിനമാകുന്നതിനെക്കുറിച്ച് ഉത്കണ്ഠ പുലർത്തുന്ന പ്രകൃതിവാദികൾക്ക് അംബേദ്കർ പ്രശ്നമാണ്. പക്ഷെ ഗ്രാമങ്ങളിലെ ശുദ്ധജലം നിഷേധിക്കപ്പെട്ട, കുടിവെള്ളം നിഷേധിക്കപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളത്തിന് വേണ്ടി ഉള്ള സമരത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രക്രിയയിലേക്ക് കടന്നു വന്ന ഒരു മഹാപുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമീണ മൂല്യവ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥയെ നിലനിർത്തുന്ന, ജാതിപരമായ നീചത്വങ്ങളെ നിലനിർത്തുന്ന അടിസ്ഥാന സാംസ്കാരിക വ്യവസ്ഥ, സാമൂഹ്യ വ്യവസ്ഥ, രാഷ്ട്രീയ വ്യവസ്ഥ, സാമ്പത്തിക വ്യവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അംബേദ്കർ ഇന്ത്യയിലെ ദളിത് ജനങ്ങളോട് നിങ്ങൾ നഗരത്തിലേക്ക് പോവുക, വിദ്യാഭ്യാസം നേടുക, തൊഴിൽ നേടുക, തൊഴിൽ അവകാശം നേടുക, അവിടെ സമ്പത്തുണ്ടാക്കുക, സമ്പത്തിലും സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ അധികാരം നേടുക എന്ന വലിയ ആഹ്വാനങ്ങൾ നടത്തിയത്. ആ വികസനത്തിൻ്റെ കാഴ്ചപ്പാടാണ് സത്യത്തിൽ നെഹ്റുവും അംബേദ്കറും പങ്കിട്ട അപൂർവം ചില സങ്കല്പങ്ങളിലൊന്ന്. പലതിലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗോളമായ കാഴ്ചപ്പാട് നെഹ്റുവിനുണ്ടായിരുന്നു, അംബേദ്കറിനുണ്ടായിരുന്നു. നെഹ്റുവിന് അതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ജ്ഞാനോദയ കാലഘട്ടത്തിലെ പാശ്ചാത്യ മൂല്യങ്ങളെ ഉൾക്കൊണ്ടിരുന്നു. ജ്ഞാനോദയ കാലഘട്ടത്തിലാണ് ഫ്രറ്റേണിറ്റി, ഈക്വാലിറ്റി, ലിബർട്ടി എന്നീ 3 മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരുന്നത്. ആ മുദ്രാവാക്യങ്ങളെ നെഹ്റു ഉൾക്കൊണ്ട രീതിയിലല്ല അംബേദ്കർ ഉൾക്കൊണ്ടത്. നെഹ്റുവിന് അത് ആഡംബരമായിരുന്നു. അംബേദ്കർക്ക് അത് തനിക്കും തൻ്റെ ജനതയ്ക്കും മുന്നേറാനുള്ള അനിവാര്യതയായിരുന്നു. അത് വലിയൊരു വ്യത്യാസമാണ്. അപ്പൊ നെഹ്റുവിനോ അവരോടൊപ്പമോ അതിനേക്കാൾ നിലനിൽപ്പ് കൂടിയതോ ആയ ഒരു രാഷ്ട്രശില്പിത്വം തീർച്ചയായും അംബേദ്കറിനുണ്ട്. ഇന്നത്തെ ചരിത്ര സന്ദർഭത്തിൽ നെഹ്റുവിനേക്കാളും നെഹ്റുവിൻ്റെ മതേതര സങ്കല്പത്തെക്കാളും പ്രസക്തി അംബേദ്കറിൻ്റെ മതേതര സങ്കല്പത്തിനുണ്ട്. കാരണം നെഹ്റുവിൻ്റെ മതേതര സങ്കല്പം ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിലെ ജാതി വ്യവസ്ഥ എന്ന അർബുദത്തെ അഭിസംബോധന ചെയ്യുന്നില്ല. അംബേദ്കർ അങ്ങനെയല്ല. അംബേദ്കർക്ക് അതൊരു സ്വപ്നമല്ല, അല്ലെങ്കിൽ ആദർശമല്ല. അത് രാഷ്ട്ര ശരീരത്തിലെ രോഗങ്ങളെ ചികിത്സിക്കാനുള്ള ഔഷധമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെ ഇന്ന് വി ദ പീപ്പിൾ എന്ന ഭരണഘടനയുടെ ആരംഭത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. ആ പ്രയോഗത്തോട് തന്മയീഭവിച്ചിരിക്കുന്ന അംബേദ്കറുടെ ജീവിതവും ദർശനവും വലിയ തരത്തിൽ പ്രസക്തമാണ്. അദ്ദേഹം സ്വപ്നം കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു, അംബേദ്കർ ഇന്ത്യ ചരിത്രത്തെ 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷമായി നിർവചിച്ചു എന്ന്. ബൗദ്ധ സംസ്കാരവും ബ്രാഹ്മണ സംസ്കാരവും. ആ ബൗദ്ധ സംസ്കാരത്തിൽ വേരുകളുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ വേരുകളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ കൂടിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ മാത്രമല്ല സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന വാക്കുകൾ. ആ സമത്വത്തിനും സാഹോദര്യത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരായ മൂല്യവ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഹിന്ദുത്വ രാഷ്ട്രീയം.
ആ ഹിന്ദുത്വ രാഷ്ട്രീയം വലിയ വിജയാഘോഷങ്ങൾ നടത്തുന്ന ദശകങ്ങളാണ് നമ്മൾ കണ്ടത്. ആ ദശകങ്ങൾ തുടരുമോ എന്ന ഉത്കണ്ഠയിൽ നിൽക്കുകയാണ് ഇന്ത്യയിലെ നിസ്വജനത. അതുകൊണ്ട് അംബേദ്കറിൻ്റെ സ്മരണ ഇന്ന് വളരെ പ്രസക്തമാണ്. ആ സ്മരണ ഇന്ത്യയിലെ ശിഥിലമായി കിടക്കുന്ന ദളിത് ജനതയെ ഒരുമിപ്പിക്കാൻ, ഒരു രാഷ്ട്രീയ ശക്തിയായി ഒരുമിപ്പിക്കാൻ സഹായകമാകുമെങ്കിൽ ഏറ്റവും നന്നായി. അല്ലെങ്കിൽ ഈ അടിമത്തം പല രീതികളിൽ ഇനിയും നൂറ്റാണ്ടുകൾ തുടരാനാണ് സാധ്യത. ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ ദളിതുകൾക്ക് വലിയ സാധ്യതകൾ വിഭാവനം ചെയ്ത ആധുനിക കാലത്തെ ഒരു മഹാനാണ് കൻഷിറാം. 80കളിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയം അത്തരം ഇന്ത്യയിലെ ദളിത് ജനത മുസ്ലിങ്ങളെപ്പോലെ വലിയൊരു രാഷ്ട്രീയ ശക്തിയായി മാറണം എന്ന ആഗ്രഹത്തോടെയാണ് അദ്ദേഹം BSP രൂപീകരിക്കുകയും അദ്ദേഹം മായാവതിയെ അവിടെ മുഖ്യമന്ത്രിയാക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും മായാവതിയുടെ BSPയും BJPയും തമ്മിൽ ചില പരിണയങ്ങൾ ഉണ്ടാവുകയും മായാവതി അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തു. പിന്നീട് അവർ BJPയുമായിട്ട് സംഘർഷത്തിലും ഒക്കെ പെട്ടു. പക്ഷേ എങ്കിലും ആ ബന്ധം കൊണ്ട് ആ അധികാരം മാത്രമായി അവിടെ UPയിൽ മാത്രമായി അത് പരിമിതപ്പെട്ടു പോയി. ആ ചെറിയ ബന്ധത്തിലൂടെ UPയിലെ ദളിതർക്കിടയിൽ BJP വേരുകൾ ഉണ്ടാക്കുകയും ധാക്കൂർമാർക്കും യാദവന്മാർക്കും മുസ്ലിങ്ങൾക്കും പ്രാധാന്യമുള്ള SP-യുടെ സമാജ്വാദി പാർട്ടിക്ക് എതിരെ അവരവിടെ അടിത്തറ ഉണ്ടാക്കുകയും അവർ ഭരണത്തിൽ വരികയും അവരിന്ന് ഭരിക്കുകയും ചെയ്യുന്നു. BSPയുടെ ചെലവിലാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറിച്ച് ഇന്ത്യയിലെ മുഴുവൻ ദളിത് ജനതയെയും ഒരുമിപ്പിക്കാനുള്ള സാധ്യതകൾ ബൗദ്ധ സംസ്കാരത്തോടും ബുദ്ധമതത്തോടും പോലും ആഭിമുഖ്യം കാണിച്ച കൻഷിറാമും മായാവതിയും തുടർന്നിരുന്നുവെങ്കിൽ വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ അധികാര രാഷ്ട്രീയത്തിൻ്റെ കെണിയിൽ ഒടുങ്ങാനായിരുന്നു അതിൻ്റെ വിധി. 16 സീറ്റിലോ മറ്റോ BSP അവിടെ മത്സരിക്കുന്നുണ്ട്. എന്താകുമെന്ന് അറിയില്ല. എന്തു തന്നെയായാലും ഭാവി രാഷ്ട്രീയത്തിൽ അത് BJP വന്നാലും ശരി, ആര് വന്നാലും ശരി, ഭാവി രാഷ്ട്രീയത്തിൽ വലിയ ഒരു രാഷ്ട്രീയ ശക്തിയായി ദളിത് ജനതയ്ക്ക് മാറാനുള്ള സാധ്യതകൾ വിഭാവനം ചെയ്ത ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ സ്മരണ സത്യത്തിൽ ഈ സന്ദർഭത്തിൽ ഈ വി ദ പീപ്പിൾ എന്ന ഭരണഘടനയിലെ ആദ്യ വാക്യത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഓരോ മനുഷ്യനും ഉയർത്തിപ്പിടിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടും ആ സ്മരണയുടെ ഊർജം നമ്മുടെ ചരിത്ര, സാംസ്കാര, സാമൂഹ്യ പഠനങ്ങളിൽ വ്യാപിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചേട്ടനെ ആദരിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഞാൻ ഈ ആഘോഷ പരിപാടികൾ നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു. അഭിവാദ്യം.